ഹായ് ഡിയേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗാന്ധിജിക്ക് നമക്ക് കഥ എന്നുള്ളൊരു കഹാനി സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു രാജാവിൻ്റെ 3 പെമ്മക്കളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു അല്ലേ? അതിൽ നമ്മൾ ഗാന്ധിജീൻ്റെ ഉപ്പുകഥ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇന്നാണ് നമ്മൾ ഗാന്ധിജീൻ്റെ ഉപ്പുകഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. वह कहानी उन्होंने बोलकर नहीं लिखी, वह कहानी उन्होंने चलकर लिखी थी. वह कहानी उन्होंने सैकड़ों मील चलकर लिखी थी. वह उनके साथ चल रहे देश भर के लोगों ने लिखी थी. वह कहानी आ कथा उन्होंने അദ്ദേഹം ബോൽക്കർ നെഹീം ലിഖി. ബോൽക്കർ സംസാരിച്ചിട്ട് എഴുതിയതല്ല. ബോൽക്കർ നെഹീം ലിഖി സംസാരിച്ചിട്ട് എഴുതിയതല്ല. വഹ് കഹാനി ആ കഥ ഉനോംനെ അദ്ദേഹം ചൽക്കർ ലിഖി തി നടന്നിട്ട് എഴുതിയതായിരുന്നു. വഹ് കഹാനി ആ കഥ ഉനോംനെ അദ്ദേഹം സൈക്കഡോ മീൽ നൂറുകണക്കിന് മൈൽ ചൽക്കർ ലിഖിതി നടന്നിട്ട് എഴുതിയതായിരുന്നു. വഹ് അത് ഉൻകെ സാത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ചൽ രഹേ ദേശ് ഭർ കെ ലോഗോംനെ ലിഖിതി. ചൽ രഹേ നടന്നിരുന്ന ദേശ് ഭർ കെ ലോകോം ലോകത്തിലെ മുഴുവൻ ആളുകളും ലിഖിതി എഴുതിയതായിരുന്നു. അപ്പോൾ ആ ഒരു കഥ ഉപ്പ് സത്യാഗ്രഹം അല്ലേ, ആ ഒരു ഉപ്പ് കഥ അദ്ദേഹം നടന്നിട്ട് എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഉണ്ടായ ആ ഒരു പോയപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് നമ്മുടെ ഉപ്പ് കഥ. ഓക്കെ, നെക്സ്റ്റ്. वे सब हमारे देश में अंग्रेज़ों द्वारा की जा रही अंधाधुंध लूट से चिंतित थे, जो हमारे देश को अंग्रेज़ों के चंगुल से छुड़ाना चाहते थे, जिन्होंने भारत देश को नई तरह से चलाने का सपना आंखों में लिया था. वे सब അവരെല്ലാവരും ഹമാരെ ദേശമേ നമ്മുടെ രാജ്യത്തിൽ അംഗ്രേസോം ദ്വാരാ കി ജാ രഹി ബ്രിട്ടീഷുകാർ നടത്തിക്കൊണ്ടുവന്നിരുന്ന അന്ധാധുന്ദ് അനിയന്ത്രിതമായ ലൂട്ട് സെ ചിന്തിതേ കൊള്ളയെക്കുറിച്ച് വറീഡായിരുന്നു, ആശങ്കയുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും നമ്മുടെ രാജ്യത്തിൽ ബ്രിട്ടീഷുകാർ അവർ നടത്തുന്ന അനിയന്ത്രിതമായ കൊള്ളയെക്കുറിച്ചിട്ട് ആശങ്കയുണ്ടായിരുന്നു. ജോ ഹമാരെ ദേശിക്കോ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ അംഗ്രേസോം കെ ബ്രിട്ടീഷുകാരുടെ ചങ്കുൽസേ പിടിയിൽ നിന്നും ചുടാന ചാഹ്തേദേ മോചിപ്പിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു. ജിനോംനെ ഭാരത് ദേശിക്കോ ഇന്ത്യയെ നയി തരഹസെ പുതിയ രീതിയിൽ ചലാനെ നയിക്കാൻ നടത്തിക്കൊണ്ടുപോവാൻ സപ്ന ആംഖോ മേം ലിയാദ അവരെല്ലാവരും നമ്മുടെ രാജ്യത്തെ ഒരു പുതിയ രീതിയിലൂടെ നടത്തിക്കൊണ്ടുപോകാൻ സ്വപ്നം കണ്ട് നടക്കുന്നവരായിരുന്നു. അവരുടെ കണ്ണുകളിൽ സ്വപ്നം കണ്ട് നടക്കുന്നവരായിരുന്നു. അവർക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യയെ പുതിയ രീതിയിൽ നടത്തിക്കൊണ്ടുപോവാൻ. ഓക്കെ, നെക്സ്റ്റ്. उन दिनों अंग्रेज़ों ने भारत में नमक पर टैक्स लगा रखा था. इससे नमक बहुत महंगा हो गया था. अंग्रेज़ों ने भारत के लोगों को खुद नमक बनाने से रोक रखा था. अगर कोई अपने ही समुद्र के पानी से नमक बनाता ഉസേ സസാ ഹോ സക്തി ദി. ഉൻ ദിനോ അക്കാലത്ത് അംഗ്രേസോംനെ ബ്രിട്ടീഷുകാർ ഭാരത് മേ ഇന്ത്യയിൽ നമക്ക് പർ ടാക്സ് ലഗാ രഗാദ നമക്ക് പർ ഉപ്പിന് ടാക്സ് ലഗാ രഗാദ ഉപ്പിന് നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.
ഇസ്സേ ഇതോടെ നമക്ക് ഉപ്പ് ബഹുത്ത് മഹങ്ക ഹോ ഗയാ. അതോടെ എന്തായി? ഉപ്പ് വളരെയധികം വില കൂടിയതായിരുന്നു. ഉപ്പിന് നന്നായിട്ട് വില കൂടി. അംഗ്രേസോംനെ ബ്രിട്ടീഷുകാർ ഭാരത് കെ ലോഗോംകോ ഇന്ത്യയിലെ ആളുകളെ ഗുദ് സ്വയം നമക് ബനാനെ സേ സ്വയം ഉപ്പ് നിർമ്മിക്കുന്നതിൽ നിന്ന് രോക്ക് രഗാത തടഞ്ഞു വച്ചിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ സ്വന്തമായിട്ട് ഉപ്പുണ്ടാക്കാൻ സമ്മതിക്കില്ല. അതിൽ നിന്ന് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അഗർ കോയി ആരെങ്കിലും അപ്നേഹി സ്വന്തമായിട്ട് സമുദ്രിക്കെ പാനീസേ കടലിലെ വെള്ളം കൊണ്ട് നമക് ബനാത്ത ഉപ്പുണ്ടാക്കിയാൽ ഉസേ സസാ ഹോ സക്തി ദി അവന് ശിക്ഷ കൊടുക്കുമായിരുന്നു, അവന് ശിക്ഷിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാർക്ക് ആ കാലത്ത് ഉപ്പിന് ടാക്സ് ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഉപ്പിന് ഭയങ്കര വില ആയി. പിന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ സ്വന്തമായിട്ട് ഉപ്പുണ്ടാക്കാനും സമ്മതിക്കില്ലായിരുന്നു. അതിനൊക്കെ അവർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അഥവാ ആരെങ്കിലും ഉപ്പുണ്ടാക്കിയാൽ അതിന് ഭയങ്കര ശിക്ഷയും കൊടുക്കുമായിരുന്നു. ഗാന്ധിജി सालों पहले अपने कुछ साथियों के साथ अहमदाबाद से पैदल दांडी नाम के समुद्र किनारे के गांव चल पड़े. वे वहां जाकर समुद्र के पानी से गुद नमक बनाकर अंग्रेज़ों का काला कानून तोड़ना चाहते थे. ഗാന്ധിജി സാലോം പഹലെ വർഷങ്ങൾക്ക് മുമ്പ് അപ്പിനെ കുച്ച് സാത്തിയോം കെ സാത്ത് തൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളുടെ കൂടെ അഹമ്മദാബാദിൽ നിന്ന് പൈതൽ ദാണ്ടി നാമക്കെ പൈതൽ നടന്നിട്ട് ദാണ്ടി എന്ന് പേരുള്ള സമുദ്രതീരത്തെ ഖാവ് ചൽപടേ ആ ഗ്രാമത്തിലേക്ക് നടന്നുപോയി. ഗാന്ധിജി വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ചില ഫ്രണ്ട്സുകളോടൊപ്പം അഹമ്മദാബാദിൽ നിന്നും ദണ്ഡി എന്ന കടൽ തീര ഗ്രാമത്തിലേക്ക് കാൽനടയായിട്ട് പോയി. വഹാം ജാക്കർ അവിടെ പോയിട്ട് സമുദ്രിക്കെ പാനീസേ കടലിലെ വെള്ളം കൊണ്ട് ഗുദ് നമക് ബനാക്കർ സ്വയം ഉപ്പുണ്ടാക്കിയിട്ട് അംഗ്രേസോം കാ ബ്രിട്ടീഷുകാരുടെ കാലാ കാനൂൻ കരിനിയമം കറുത്ത നിയമം തോഡ്ന ചാഹത്തെ ദേ ലംഘിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്തിനാണ് ദണ്ഡി തീരത്തേക്ക് പോകാൻ ആഗ്രഹിച്ചത്? അവിടെ ചെന്നിട്ട് കടലിലെ വെള്ളം കൊണ്ട് സ്വന്തമായിട്ട് ഉപ്പുണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാരുടെ ആ ഒരു നിയമം നമുക്ക് സ്വന്തമായിട്ട് ഉപ്പുണ്ടാക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു നിയമം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു. ഗാന്ധിജി 3 हफ्तों से भी अधिक पैदल चलते रहे. उनके साथ देश भर से लोग आकर जुड़ते गए. इस तरह जब वे दांडी पहुँचे उनके साथ हजारों लोग थे जो समुद्र के पानी में घुले नमक को बाहर लाकर अंग्रेज़ों का कानून तोड़ना चाहते थे. ഗാന്ധിജി 3 ഹഫ്തോം സേ ബി 3 ആഴ്ചയിലധികം 3 ഹഫ്തോം സേ ഭി അധിക് 3 ആഴ്ചയിലധികം പൈദൽ ചൽത്തേ രഹേ ആ നടത്തം തുടർന്നു. ഉൻകെ സാത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ദേശ് ഭർ സേ ലോകത്തിലെ ആളുകളൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തിൽ നിന്നുള്ള ആളുകളും ആക്കർ ജുഡ്തേഗയെ വന്ന് ഇങ്ങനെ ജോയിൻ ചെയ്തു. ആ ഒരു യാത്രയിൽ ഇങ്ങനെ ലോകത്തിൻ്റെ പല സ്ഥലത്തിലുള്ള ആൾക്കാരും വന്ന് ജോയിൻ ചെയ്തു. ഇസ് തരഹ് ഇങ്ങനെ ജബ് വേ ദാണ്ടി പഹുഞ്ചേ അവർ ദണ്ഡിയിലെത്തിയപ്പോഴേക്കും ഉൻകെ സാത്ത് അവരുടെ കൂടെ ഹസാരോം ലോഗ് ദേ ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ എന്താണ്? സമുദ്രിക്കെ പാനിമേ സമുദ്രത്തിലെ വെള്ളത്തിലെ കടൽ വെള്ളത്തിൽ
ഗുലേ നമക് കോ ബാഹർ ലാക്കർ, സമുദ്രത്തിലെ വെള്ളത്തിൽ, കടൽ വെള്ളത്തിൽ ലയിച്ച് കിടന്ന അലിഞ്ഞ ഉപ്പിനെ പുറത്ത് കൊണ്ടുവന്നിട്ട് അംഗ്രേസോം കാ കാനൂൻ, ബ്രിട്ടീഷുകാരുടെ നിയമം തോഡ്ന ചാഹത്തെ ദേ, ലംഘിക്കാൻ ആഗ്രഹിച്ചിരുന്നു. കടൽ വെള്ളത്തിലൊക്കെ അലിഞ്ഞ് കലർന്ന ആ ഉപ്പ് പുറത്ത് കൊണ്ടുവന്നിട്ട് ബ്രിട്ടീഷ് നിയമം ലംഘിക്കാൻ ആ ആളുകളൊക്കെ ആഗ്രഹിച്ചിരുന്നു. നെക്സ്റ്റ് എന്താണ്? इससे भारत पर अंग्रेज़ों की पकड़ ढीली पड़ती, रास्ते में कई घाव पड़े, गांधी जी और उनके साथी जहाँ भी रुकते घाव वाले उन्हें पूरे मन से खाना खिलाते, वे सभी लोग रात किसी घाव में काटते और सुबह फिर चल पड़ते थे. इससे, ഇതോടെ ഭാരത് പർ, ഇന്ത്യയുടെ മേലിലുള്ള അംഗ്രേസോം കി, ബ്രിട്ടീഷുകാരുടെ പക്കഡ് ഡീലി പടുത്തി, ബ്രിട്ടീഷുകാരുടെ പിടുത്തം ദുർബലപ്പെട്ടു. രാസ്തേമേ, വഴിയിൽ, കൈ ഘാവ് പടെ, ഒരുപാട് ഗ്രാമങ്ങളുണ്ടായിരുന്നു. അവർ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് ഗ്രാമങ്ങളുണ്ടായിരുന്നു. ഗാന്ധിജി ഔർ ഉൻകെ സാത്തി, ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും, അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും, ജഹാം ബി രുക്തെ, എവിടെയാണോ നിൽക്കുന്നത്, ഘാവാലെ, ഗ്രാമവാസികൾ, ഉനെ പൂരെ മനസ്സെ ഖാന ഗിലാത്തെ, ഗ്രാമവാസികൾ, ഉനെ, അവരെ, പൂരെ മനസ്സെ, പൂർണ്ണ മനസ്സോടെ, ഖാന ഗിലാത്തെ, ഭക്ഷണം കഴിപ്പിച്ചു. അവരെവിടെയാണോ നടന്ന് പോകുമ്പോൾ എവിടെയാണോ അവരെത്തുന്നത്, അപ്പോൾ അവിടുത്തെ ഗ്രാമവാസികൾ അവർക്ക് ഭക്ഷണം കൊടുത്തു. വേ സഭി ലോക്, അവരെല്ലാ ആളുകളും, രാത്രി, കിസി ഘാവ് മേ കാട്ടത്തെ, രാത്രി ഏതെങ്കിലും ഗ്രാമത്തിൽ കഴിച്ചുകൂട്ടി, ഔർ സുബഹ് ഫിർ ചൽ പടുത്തേ ദേ, രാവിലെ വീണ്ടും നടക്കാൻ തുടങ്ങും. രാത്രി അവർ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണോ എവിടെയാണോ എത്തിയത് അവിടെ കിടന്നുറങ്ങും. എന്നിട്ട് രാവിലെ എണീറ്റ് വീണ്ടും അവർ നടന്നു തുടങ്ങും. ഓക്കെ, ഇനി അവിടെ ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇനി അവിടെ ചെന്നതും ആ ഒരു നിയമം ഇല്ലാതാക്കിയതും ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. നമ്മുടെ ആ ഒരു പിക്ചേഴ്സ്, കുറച്ച് പിക്ചേഴ്സ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ. ഓക്കെ, നമ്മൾ ഇന്നെടുത്ത ഭാഗത്തുള്ള വേർഡ് മീനിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സസ, ശിക്ഷ, സൈക്കഡോമിൽ, നൂറുകണക്കിന് മൈൽ, ഭർ, മുഴുവൻ, ലോകോം, ആളുകൾ, അംഗ്രേസോം, ബ്രിട്ടീഷുകാർ, അന്ധാന്തുൻ, അനിയന്ത്രിതമായി, ലൂട്ട്, കൊള്ള, ചങ്കുൽ, പിടുത്തം, ചുടാന, രക്ഷപ്പെടുത്തുക. അപ്പോൾ അറിയാത്ത മീനിങ്സൊക്കെ മക്കൾ നോട്ട് ചെയ്യുക. ഓക്കെ, ബൈ.